മഞ്ഞക്കിളിയുടെ മഞ്ഞയും മയിൽപ്പീലിയുടെ കണ്ണഞ്ചും വർണ്ണവും കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് ഈ കുഞ്ഞി തത്തയ്ക്കറിയാം. കാക്കയുടെ കറുപ്പ് നിറം ചില കൂട്ടുകാർക്ക് ഇഷ്ടമല്ല എന്നും ഈ കുഞ്ഞിത്തത്തയ്ക്ക് നന്നായി അറിയാം. തൊലിയുടെ കറുപ്പും വെളുപ്പും വിവേചിച്ചു കാണുന്ന മനുഷ്യരുമുണ്ട് നമുക്ക് ചുറ്റും. എന്തിനാണ് ഈ തരംതിരിവും അനിഷ്ടവുമൊക്കെ? കാക്കകളെ കാണുമ്പോൾ കല്ലെടുത്ത് വിരട്ടിയോടിക്കുന്ന ചീത്ത പിള്ളേരെ ഈ കുഞ്ഞിത്തത്ത കണ്ടിട്ടുണ്ട്. വിശന്ന് ദാഹിച്ച് ഭക്ഷണം തേടി ഓടുന്ന നായ്ക്കളെയും പൂച്ചകളെയും കല്ലെറിയാനും അവർ കേമന്മാർ തന്നെ. എന്ത് സംതൃപ്തിയാണ് അന്യരെ ദ്രോഹിക്കുന്നതിൽ നിന്നും വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അക്രമവും കയ്യേറ്റവും വലിയ തെറ്റുകൾ തന്നെയാണ്. മനസ്സിൽ കരുണ നിറഞ്ഞവർക്ക് മാത്രമേ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കഴിയൂ. മറ്റുള്ളവർ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സുഖം കിട്ടുന്നത്. അഹങ്കാരവും അസൂയയും പകയും മുറ്റി നിൽക്കുന്ന മനസ്സ് ദുഷിച്ചു കൊണ്ടിരിക്കും. അത്തരം ആളുകൾക്ക് മനഃശാന്തി കിട്ടുകയില്ല. എപ്പോഴും കുതന്ത്രങ്ങൾ നെയ്യുന്ന സാത്താന്റെ പണിപ്പുരയായിരിക്കും അയാളുടെ മനസ്സ്. മനസ്സിലെ അടങ്ങാത്ത രോഷവും പകയും അയാളുടെ ആരോഗ്യസ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിച്ചു എന്നും വരാം. ശരീരവും മനസ്സും രണ്ടല്ല, ഒരേ പ്രക്രിയകളുടെ സങ്കലനമാണവ. നന്നായി ചിന്തിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്താൽ ശരീരത്തിനും മനസ്സിനും സുഖം അനുഭവപ്പെടും. നാം തെറ്റുകൾ ചെയ്യുമ്പോൾ ശരീരം വഴങ്ങുന്നുണ്ടെങ്കിലും മനസ്സ് തെറ്റാണെന്ന് വിളിച്ചു പറയും. മനസാക്ഷി എന്ന് ഈ അവസ്ഥയ്ക്ക് പറയാറുണ്ട്. മനസാക്ഷി അറിയാതെ നമുക്ക് തെറ്റുകളും ശരികളും ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അത് ഖണ്ഡിക്കാനാകാത്ത പ്രകൃതി നിയമമാണ് കൂട്ടുകാരെ. പ്രകൃതിയുടെ ഘടനയും അവസ്ഥയും നമുക്ക് നല്ല നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്നു. വായുവും വെള്ളവും ഭക്ഷണവും നമുക്ക് ചില ആവശ്യങ്ങൾ നിറവേറ്റി തരുക മാത്രമല്ല, നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സ്വീകരിക്കുന്നവർ പ്രകൃതിയുടെ സംരക്ഷകരും നിരാകരിക്കുന്നവർ പ്രകൃതിയുടെ കൊലയാളികളുമായി തീരുന്നു. കറുപ്പും വെളുപ്പും ചുവപ്പും പച്ചയും തുടങ്ങിയ വർണ്ണങ്ങളും പൂക്കളും മുള്ളുകളും കയ്പും എരിവും മധുരവും ഇരുട്ടും വെളിച്ചവും എല്ലാം പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണ്. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സ്ഥാനവും ധർമ്മവും ഉണ്ട്. അത് മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ആക്ഷേപിക്കാനും തള്ളിപ്പറയാനുമുള്ളതല്ല. മനുഷ്യൻ ഇനിയും കണ്ടെത്താത്ത നിഗൂഢ രഹസ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരും ചിന്തിക്കുന്നവരും മാത്രമാണ് അവയിലെ ചെറിയ വസ്തുതകളെയെങ്കിലും മനസ്സിലാക്കുന്നത്. തന്നെ അറിയാത്ത മനുഷ്യൻ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നവനാണ്. ചിന്തയ്ക്കോ നല്ല ഗുണങ്ങൾക്കോ അയാളുടെ മനസ്സിൽ ഇടമുണ്ടായിരിക്കുകയില്ല. ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കുകയും വെള്ളം കാണുമ്പോൾ അത് കുടിക്കുകയും ചെയ്യും. നിരന്തരമായ ചില പ്രചോദനങ്ങളായിരിക്കും അയാളുടെ പ്രവർത്തനങ്ങൾക്കു കാരണം. മൃഗസ്വഭാവവും അങ്ങനെ തന്നെയാണല്ലോ. മനുഷ്യരെ പോലെ വിശേഷ ബുദ്ധി ഇതര ജീവജാലങ്ങൾക്ക് ഇല്ല. അവ പ്രകൃതിയുടെ പ്രേരണകളിലാണ് പ്രവർത്തിക്കുന്നത്. ദാഹിച്ചു വലഞ്ഞ ഒരു നായ മുന്നിൽ കാണുന്ന അഴുക്കുജലവും കുടിക്കാൻ മടിക്കുന്നില്ല. അവ കുടിച്ചു കഴിഞ്ഞാലുള്ള വിപത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഇത് വിവേചിച്ചറിയാനുള്ള കഴിവ് ഇല്ലാത്തതിനാലാണ്. എന്നാൽ മനുഷ്യന് ശരിയായി പ്രവർത്തിക്കാൻ പ്രേരണകൾ മാത്രമല്ല, ചിന്തയും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തെറ്റും ശരിയും വിവേചിച്ചറിയണമെന്ന് പറയുന്നത്. ആരാ ഉറക്കം പിടിക്കുന്നത്? നോക്കൂ, കുഞ്ഞിത്തത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ ശ്രമിച്ചാൽ നമുക്ക് തെറ്റു പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഉണരാനും ഉണർവോടെ പ്രവർത്തിക്കാനും കഴിയുന്നു. തെറ്റ് ചെയ്യുന്നതിൽ മാത്രം മുഴുകിയ ആളുകൾ ചിന്താശേഷി നഷ്ടപ്പെട്ടവരാണ്. തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തനിക്ക് നേട്ടമുണ്ട് എന്ന് ഒരാൾ കരുതുന്നു. തെറ്റുകൾ കൊണ്ട് നേടിയെടുക്കുന്നതെല്ലാം തെറ്റാണ് എന്ന് ചിന്തിച്ചാൽ ശരി ചെയ്യാനേ നാം മുതിരുകയുള്ളൂ. ശരിയിൽ നിന്നുള്ള നേട്ടം നിലനിൽക്കുന്നതും
എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നതുമാണ്. തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ പിടിക്കപ്പെടുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം കൂട്ടുകാരെ. പിടിച്ചോട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്നത് മൗഢ്യമാണ്. അല്ലെങ്കിൽ ഒരു തരം അഹങ്കാരത്തിന്റെ സ്വരമാണ് അതിലുള്ളത്. അതുകൊണ്ട് ഈ കുഞ്ഞിത്തത്ത ഊന്നി പറയുന്ന കാര്യം എന്തെന്നോ, അഹങ്കാരവും വെറുപ്പും കാപട്യവും ഒക്കെ വെടിയുക. മനുഷ്യരെന്ന നിലയിൽ ചില ആളുകളിൽ ചില കുറവുകൾ കണ്ടേക്കാം. അപ്പോൾ അവരിലെ നല്ല ഗുണങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. എല്ലാ മനുഷ്യരും നല്ലവരാണെന്നും ചില ചീത്ത പ്രവണതകളാണ് ചിലരെ ചീത്തയാക്കുന്നതെന്നും കണ്ടെത്താൻ കഴിയും. പല നിറങ്ങൾ ചേർത്ത് വെക്കുന്നിടത്ത് കറുപ്പിന്റെ സ്ഥാനം അവഗണിക്കാൻ കഴിയുമോ? തനിയെ അതിന് അഴക് കാണാറില്ലെങ്കിലും പല നിറങ്ങൾ ചേരുന്നിടത്ത് കറുപ്പിനും ഒരു സ്ഥാനമുണ്ട്. അപ്രകാരമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതവും. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന് വേണ്ടപ്പെട്ട ആളുകളാണ്. നാം ഒരു വ്യക്തി മാറ്റി നിർത്തപ്പെട്ടാൽ നല്ല സമൂഹം എന്ന് അതിനെ വിളിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഊർജവും പ്രവർത്തനങ്ങളും നല്ല മാർഗത്തിൽ തിരിച്ചുവിട്ടാൽ ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും. അപ്പോൾ നാം ഓരോരുത്തരും ചില്ലറക്കാരല്ല, കഴിവും വിലയുമുള്ള വ്യക്തിയാണ് എന്ന് കൂട്ടുകാർക്കിപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഉണരാം, എഴുന്നേൽക്കാം, പ്രവർത്തിക്കാം. ലക്ഷ്യത്തിലെത്തും വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്യാം. നല്ല വ്യക്തികളും നല്ല സമൂഹങ്ങളും ലോകത്ത് പിറവിയെടുത്തത് ഇങ്ങനെയാകുന്നു. പറഞ്ഞു പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഇനി ഈ കുഞ്ഞിത്തത്ത പോകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി പറന്നെത്താൻ.